सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। ॐ नमः परमऋषिभ्यो नमः परमऋषिभ्यो नमः परमऋषिभ्यः। എല്ലാ സാധകർക്കും വിനീത പ്രണാമം. അഥ ശുക്ലയജുർവേദീയ കാണ്വശാഃ ബൃഹദാരണ്യക ഉപനിഷത്ത് പഠനാരംഭത്തിലേക്ക് യാജ്ഞവൽക്യ മഹർഷിയുടെയും ഗുരുപരമ്പരയുടെയും നാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ബൃഹദാരണ്യക ഉപനിഷത്ത് എന്നത് ശുക്ലയജുർവേദീയ ശാഖയിൽപ്പെട്ട ഉപനിഷത്താണെന്ന് കണ്ടു. 4 വേദങ്ങൾ എല്ലാവർക്കും അറിയാം. അതിൽ യജുർവേദം തന്നെ 2ആയിട്ട് തരംതിരിച്ച് കൃഷ്ണയജുർവേദമെന്നും ശുക്ലയജുർവേദമെന്നും. ശുക്ലയജുർവേദത്തിൻ്റെ ശാന്തിപാഠവും എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ പഠിച്ചതുമാണ്. അതുകൊണ്ട് ഇന്നു മുതൽ ബൃഹദാരണ്യ ഉപനിഷത്തിൻ്റെ പഠന ആരംഭത്തിലും അവസാനത്തിലും നമുക്ക് ശുക്ലയജുർവേദീയ ശാന്തിപാഠം ഒരുമിച്ച് തന്നെ പാരായണം ചെയ്യാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ശുക്ലയജുർവേദീയ ശാന്തിപാഠം എന്തിനു വേണ്ടിയാണ് മംഗളാചരണം ചൊല്ലുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സനാതനധർമ്മത്തിൻ്റെ സംസ്കാരം എങ്ങനെയാണ്, ഏതൊരു മംഗളകരമായ പ്രവൃത്തി, അത് കർമ്മമായിക്കോട്ടെ അല്ലെ മാനസികമായ വാചികമായ ഏതു തരം കർമ്മമായിക്കോട്ടെ, നമ്മൾ തുടങ്ങുന്നത് മംഗളാചരണത്തോടു കൂടിയാണ്. എന്തിനു വേണ്ടി? ഞാൻ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ചിന്തിക്കാൻ പോകുന്നത് കായികവോ വാചികവുമായ ഏത് കർമ്മമായിക്കോട്ടെ അത് എനിക്ക് മംഗളമായ ഭവിക്കണമേ എന്നുള്ള പ്രാർത്ഥന.
അല്ലേ? അത് മംഗളാചരണങ്ങൾ പലവിധമുണ്ട്. ഒന്ന് വസ്തു നിർദ്ദേശാത്മക മംഗളാചരണം. ഈ ടെക്നിക്കാലിറ്റിയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ? ബൃഹദാരണ്യം പഠിക്കുമ്പോൾ വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ പഠിച്ചത് തന്നെ കാര്യങ്ങൾ ആവർത്തിക്കുന്നതാണ്. അപ്പോൾ വസ്തു നിർദ്ദേശാത്മക മംഗളാചരണമുണ്ട്, ഗുരു നമസ്കാര മംഗളാചരണമുണ്ട്, ഈശ്വര നമസ്കാര മംഗളാചരണം. 3 തരം മംഗളാചരണങ്ങളാണ് ഉള്ളത് അല്ലേ? ഇവിടെ പൂർണ്ണമദഃ എന്ന മംഗളാചരണം അല്ലെങ്കിൽ ശാന്തിപാഠം എന്തായിരുന്നു? വസ്തു നിർദ്ദേശാത്മക രൂപ മംഗളാചരണമാണ് അല്ലേ? പൂർണ്ണം എന്ന വസ്തുവിനെ, പരമാത്മാവിൻ്റെ പര്യായമാണ് പൂർണ്ണം, അതിനെക്കുറിച്ച് പ്രതിപാദിക്കുകയാണ്. അതും പൂർണ്ണ, ഇതും പൂർണ്ണ അല്ലേ? ഞാൻ പഠിക്കുന്ന എന്തിനു വേണ്ടി ഈ ശാന്തിപാഠം ചൊല്ലുന്നു? ആ പൂർണ്ണ സ്വരൂപൻ എല്ലാറ്റിലുമുണ്ടെന്നുള്ള അറിവ്, ആ മംഗളത്തെ എനിക്ക് നൽകണേ, അതിനായിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതാണ് വസ്തു നിർദ്ദേശാത്മക മംഗളാചരണം എന്നത് അല്ലേ? ഇപ്പോൾ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ഗുരു നമസ്കാര പ്രകരണ ഗ്രന്ഥങ്ങളൊക്കെ 99% ഗുരു ഈശ്വര നമസ്കാര മംഗളാചരണങ്ങളാണ് അല്ലേ? വാസുദേവേന്ദ്ര യോഗീന്ദ്രം നത്വാ ജ്ഞാനപ്രദ ഇത്യാദികൾ. ഇപ്പം അല്ലേ? അതായത് വാസുദേവ എനിക്ക് മംഗളത്തെ നൽകണേ, വിവേക ചൂടാമണി അല്ലേ? ഗോവിന്ദം പരമാനന്ദം അല്ലേ? ഗോവിന്ദ ഞാൻ മംഗളത്തെ പ്രാർത്ഥിക്കുന്നു ഇത്യാദികൾ. ഗുരുവിനോടോ ഈശ്വരനോടോ പ്രാർത്ഥനാരൂപത്തിലുള്ളത്. പിന്നെ ഈശ്വര നമസ്കാര രൂപ മംഗളാചരണം. നമ്മൾ ഇതൊക്കെ കണ്ടതാണ്. എനിക്ക് തന്നെ ഒരു നാണക്കേട് നിങ്ങളോട് ഈ ചെറിയ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അല്ലേ? ഇതൊക്കെ എല്ലാവരുടെയും മനസ്സിൽ ഉറപ്പുള്ള കാര്യം. നമുക്ക് മംഗളാചരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വാക്കിൻ്റെ അർത്ഥം അധ ഓം അധ ശുക്ലയജുർവേദി, ഒന്നെങ്കിൽ ഓം ശുക്ലയജുർവേദി എന്നും പറയാം, അല്ലെങ്കിൽ അധ അധ എന്നാണ് ഫേമസ് ആയിട്ട് പറയുക. പൊതുവേ അധ ബൃഹദാരണ്യ ഉപനിഷത്ത്, അല്ലെങ്കിൽ അധമുക്തികോപനിഷത്ത്, അധ ശുക്ലയജുർവേദി അല്ലെങ്കിൽ അധ കൃഷ്ണയജുർവേദീയ, അധ ബ്രഹ്മസൂത്ര, അങ്ങനെയാണ് പറയാറ്. ഓം എന്ന് പറയുന്നതും തെറ്റൊന്നുമില്ല, അധ എന്ന് പറയുന്നതും തെറ്റൊന്നുമില്ല. എങ്ങനെയാണ് തുടങ്ങുന്നത്? നമ്മുടെ ഹെഡിങ് തൊട്ട് നമുക്കിനി ആരംഭിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഇന്നലെ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. നല്ല പ്രാർത്ഥന ഉണ്ടാകണം അല്ലേ? ഗുരു പരമ്പരയോട് കൃതജ്ഞത ഉണ്ടാകണം. ഇവിടെ വരെ എനിക്ക് എത്തിച്ചല്ലോ, എൻ്റെ സ്പിരിച്വൽ ജേർണി, എൻ്റെ ആധ്യാത്മിക സാധനയെ ബൃഹദാരണ്യകം എന്ന പടി വരെ എത്തിച്ചല്ലോ, അതിനുള്ള കൃതാർത്ഥതയോടുകൂടി വേണം പഠിക്കാൻ. ഓരോ വാക്കും എഴുതാനും കൃതാർത്ഥത ഉണ്ടാകണം. പിന്നെ പ്രാർത്ഥന ഉണ്ടാകണം. എന്താണ് പ്രാർത്ഥന? എനിക്കിത് ഒരാവർത്തിയെങ്കിലും ശ്രദ്ധയോടെ ശ്രവിക്കാൻ സാധിക്കണേ എന്നുള്ള പ്രാർത്ഥന. ഒരാവർത്തിയെങ്കിലും ശ്രദ്ധയോടെ ശ്രവിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കണേ എന്നുള്ള പ്രാർത്ഥന. ഒന്ന് പ്രാർത്ഥന, മറ്റൊന്ന് കൃതാർത്ഥത. ഇത് രണ്ടും ഉണ്ടാകണം. പിന്നെ മൂന്നാമത് വേണ്ടത് ക്ഷമ എന്ന ഔഷധവും വേണം. ഇന്നലെയും പറഞ്ഞു, ഇന്നും പറഞ്ഞു. ഇത് തീരുന്നവരെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് പെട്ടെന്നൊന്നും തീരില്ല. എപ്പോഴാണ് തീരുന്നെന്ന് ചോദിക്കുകയും ചെയ്യരുത്. നല്ല ക്ഷമ വേണം, എങ്കിലേ നമുക്ക് അനുഗ്രഹം, ആ ക്ഷമയാകുന്ന അനുഗ്രഹം വേണം. അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ ആ ക്ഷമയാകുന്ന അനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വാക്കിൻ്റെ അർത്ഥത്തിലേക്ക് പോകാം അല്ലേ? അധ ശുക്ലയജുർവേദീയ. അധ എന്ന വാക്കിൻ്റെ അർത്ഥം മംഗളം എന്നാണ് അല്ലേ? നമ്മളൊരു ശ്ലോകമൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓംകാരച്ഛാദ ശബ്ദച്ച ഖണ്ഡം ഭിത്വാ വിനിർയാതു തസ്മാത് മാംഗളിക ഉഭൗ അല്ലേ? ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ഭഗവാൻ നാരായണൻ്റെ താൻ സൃഷ്ടി നടത്തിയതിന് ശേഷം, പ്രശ്നോപനിഷത്തിലൊക്കെ നമ്മൾ പഠിച്ചാണ് അല്ലേ? ഇനി മനനമാണ് കേട്ടോ. അതുകൊണ്ട് പഠിച്ച പഴയതെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിൽ റെഫറൻസ് ആയിരിക്കും. അപ്പോൾ മനന ഗ്രന്ഥമാണിത്. നമ്മളെങ്ങനെയാണ് മുക്തികോപനിഷത്ത് പഠിച്ചതുപോലെ തന്നെ എല്ലാവരുടെയും അടുത്ത് ദശോപനിഷത്തിൻ്റെ മന്ത്രങ്ങളടങ്ങിയ ബുക്കുണ്ടായിരിക്കണം, ഭഗവത്ഗീത ഉണ്ടാകണം. ബ്രഹ്മസൂത്രം വേണ്ട, ഞാൻ പറഞ്ഞോളാം. ഇത് രണ്ടും ഉണ്ടായാൽ മതി.
ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പഠിച്ചതാണ്. എന്താണ്? ഭഗവാൻ നാരായണൻ്റെ തൻ്റെ സൃഷ്ടിക്ക് അനന്തരം അദ്ദേഹം ബ്രഹ്മാജിക്ക് പകർന്നു കൊടുത്ത ശാസ്ത്രം അല്ലേ, ആദ്യം ഉപദേശിച്ച തൻ്റെ കണ്ഠത്തിൽ നിന്നും പുറപ്പെട്ട ശബ്ദം ഓം, അധാ, ഈ 2 ശബ്ദങ്ങളായിരുന്നു. അപ്പം അതുകൊണ്ട് ഇത് മംഗളമാണ്. മംഗള വാചീ ശബ്ദം ഓംകാര അല്ലെങ്കിൽ അധശബ്ദ. എന്താണ്? ഒന്നുകൂടെ പറയാം. മംഗളവാചീ ശബ്ദ ഓംകാര അധശബ്ദ. ഏതൊരു മംഗളകാര്യം ചെയ്യാൻ പോകുമ്പോഴും തുടങ്ങാൻ പോകുമ്പോഴും നമ്മൾ മംഗളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ശബ്ദങ്ങൾ, ഇതിനെയാണ് ഓം അല്ലെങ്കിൽ അധ എന്ന് പറയും. ഇതിന് മറ്റൊരു പേരാണ് പ്രണവം. പ്രണവം എന്ന വാക്കിൻ്റെ അർത്ഥം ഓംകാരം അല്ലെങ്കിൽ അധ എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ആദിമ ബീജ അക്ഷരം ഇത്യാദി ഇത്യാദി, ഇതൊക്കെ അറിയാം. ഇനി അടുത്ത എന്താണ്? അധ ശുക്ലയജുർവേദി. നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. യജുർവേദത്തിലെ ശുക്ലയജുർവേദീയ ഭാഗത്തിലെ ഉപനിഷത്താണ് ബൃഹദാരണ്യകം അല്ലെ. ശുക്ലയജുർവേദീയ ആചാര്യൻ, യജുർവേദ ആചാര്യൻ വൈശമ്പായന മഹർഷി, ശുക്ലയജുർവേദ ആചാര്യൻ യാജ്ഞവൽക്യ മഹർഷി. യാജ്ഞവൽക്യ മഹർഷി അതിൽ നിന്നും ആരംഭിച്ചു. വേദവ്യാസ മഹർഷി ക്രോഡീകരിച്ചതിന് ശേഷം യാജ്ഞവൽക്യ മഹർഷിയിലേക്ക് ശുക്ലയജുർവേദ ശാഖ എത്തി. പിന്നീട് അദ്ദേഹത്തിൻ്റെ ശിഷ്യ പ്രശിഷ്യ പരമ്പരയായിട്ട് ഇങ്ങനെ വരുന്നത് ആണ് ശുക്ലയജുർവേദീയ ശാഖ. അതിൽ യാജ്ഞവൽക്യ മഹർഷി എന്ത് ചെയ്തു? ഇത് തൻ്റെ ശിഷ്യന്മാർ ഇതിനെ ഒരു അണു പോലും, ഒരു ലേശം പോലും നശിപ്പിക്കാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഇതിനെ വീണ്ടും തിരിച്ചു. എന്ത്? കാണ്വ ശാഖയെന്നും മാധ്യന്തന ശാഖയെന്നും വീണ്ടും തിരിച്ചു. എളുപ്പത്തിന് വേണ്ടി, നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഉള്ള ഒരു പ്രക്രിയ അദ്ദേഹം ചെയ്തതാണ്. അങ്ങനെ 2 ആക്കി മാറ്റി. ഒന്ന് കാണ്വ ശാഖയാക്കി, ഒന്ന് മാധ്യന്തന ശാഖ. നമ്മൾ ബൃഹദാരണ്യ ഉപനിഷത്ത് കടക്കുന്നത്, ശുക്ലയജുർവേദം എന്ന വലിയ ഗ്രന്ഥം എടുത്താൽ ബൃഹദാരണ്യ ഉപനിഷത്തിൻ്റെ സ്ഥാനം കാണ്വ ശാഖയിലാണ് അല്ലേ. ഈ പേരിട്ടെന്നേ ഉള്ളൂ. നമ്മൾ വീടിനൊക്കെ പേരിടില്ല, അതുപോലെ നമുക്ക് അവിടെ ഒരു വീടുണ്ട്, ഇവിടെ 2 പേരിടണ്ടേ, ഐഡൻറ്റിറ്റി വേണ്ടേ അല്ലേ. അതുപോലെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടി ഇട്ട പേരാന്നേ ഉള്ളൂ. നമ്മൾ പഠിക്കുന്നത് കാണ്വ ശാഖയാണ്. എന്തുകൊണ്ട്? ബൃഹദാരണ്യ ഉപനിഷത്ത് ശുക്ലയജുർവേദത്തിൽ കാണ്വ ഭാഗത്താണ് കിടക്കുന്നത്. മന്ത്രങ്ങൾ അടങ്ങിയിരിക്കുന്നത് അവിടെ ആയതുകൊണ്ട് കാണ്വ ശാഖ എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഹെഡിങ് തുടങ്ങിയത്? അധ ശുക്ലയജുർവേദീയ കാണ്വശാഖ. അടുത്ത വാക്ക് ബൃഹത് എന്നതാണ്. അവിടെ വരെ നമ്മൾ എത്തിയിരുന്നു അല്ലേ. എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു. ബൃഹത് അധികം ആരണ്യക ഇസിക്കൽ ടു ബൃഹദാരണ്യക. ബൃഹത്ത് അധികം ആരണ്യക ഇസിക്കൽ ടു ബൃഹദാരണ്യക. ബൃഹദാരണ്യകം എന്നും പറയാം. പിന്നെ അടുത്ത വാക്ക് ഉപനിഷത്ത്. ഇതാണ് നമ്മുടെ ഹെഡിങ് അല്ലേ. ബൃഹത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ കണ്ടിരുന്നു അല്ലേ. ഒന്നാമത്തെ അർത്ഥം വന്ന ശ്രേഷ്ഠം. പരമാത്മാവിൻ്റെ തന്നെ മറ്റൊരു പര്യായമാണ് ബൃഹത്ത്. ബൃഹത്തമത്താതിഥി ബ്രഹ്മൻ എന്നാണ് ബ്രഹ്മൻ്റെ എട്ടിമോളജി അല്ലെ പരിഭാഷ അല്ലേ. അപ്പം നമ്മൾ ബൃഹത്തായിട്ടുള്ള കാര്യമാണ് പഠിക്കുന്നത്. ഇതിലും ബൃഹത്തായത് ഒരു ജീവന് ഒരു ജന്മത്ത് കിട്ടാനൊന്നുമില്ല. ഇതിലും മഹത്തായിട്ട് ഒന്നുമില്ല. ഇതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ളത് എന്നത് അതിൻ്റെ ഒരു പ്രതീകാത്മകമായി ഈ വാക്കിനെ പറയുന്നു. മൂന്നാമത്തെ അർത്ഥം ശ്രേഷ്ഠം മഹത്ത് കഴിഞ്ഞിട്ട് അടുത്ത എന്താണ്? ഗ്രന്ഥതഃ മഹതഃ. ഈ ഗ്രന്ഥം ഏറ്റവും മഹത്തായതുകൊണ്ട്, അതായത് ഇത്രയും വലുത് ഈ 108 ഉപനിഷത്തുക്കളിൽ വേറെ ഒന്നുമില്ല, അത്രയും വലുതാണ് അല്ലേ. അപ്പം നമ്മളും എന്താണ് ആ ഒരു ഭാവത്തോടു കൂടി വേണം ഇതിനെ കാണാനായിട്ട്. ഇത്രയും വലുത് ഒന്നും വേറെ ഉപനിഷത്തുക്കളൊന്നുമില്ല.
അപ്പോൾ അതുകൊണ്ട് ഇതിനെ വലിയ മന്ത്രങ്ങൾ അടങ്ങിയതുകൊണ്ട് മന്ത്രരാശികളുടെ വലിയ കൂട്ടം, ഏതാണ് ആ കൂട്ടത്തിൻ്റെ പേരാണ് ബൃഹദാരണ്യകം അല്ലേ. അതുകൊണ്ട് ആ പേര്. അടുത്ത എന്താണ്? അർത്ഥതഃ മഹത്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അത്രയും മഹത്താണെന്ന്, ശ്രേഷ്ഠമാണ്. ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഓരോ പദങ്ങളും ഓരോ അർത്ഥങ്ങളും ഓരോ വാക്കുകളും വളരെ ശ്രേഷ്ഠമുള്ളതാണ്. യാജ്ഞവൽക്യ മഹർഷി ഒന്ന് ചുമച്ചാൽ പോലും അതിനൊരർത്ഥമുണ്ട്, അദ്ദേഹം നോക്കിയാൽ പോലും അതിനൊരർത്ഥമുണ്ട്. അതാണ് അർത്ഥതഹമാണ്. ഓരോന്നിനും അത്രയും സൂക്ഷ്മമാണിത്, അത്രയും ശ്രേഷ്ഠമാണിത്. അത് മനസ്സിലാക്കി തരാനായിട്ട് ഈ ഒരു അർത്ഥവും പറഞ്ഞു അല്ലേ. ഇവിടെ വരെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം അല്ലേ. അഥ ശുക്ലയജുർവേദീയ കണ്വശാഹ ബൃഹത്ത് വരെ കണ്ട്. അടുത്ത വാക്ക് എന്താണ്? ആരണ്യകം. എഴുതിക്കോളൂ. അടുത്ത വാക്ക് ആരണ്യകം. ആരണ്യം എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. അതിൻ്റെ പരിഭാഷയെ എഴുതിക്കോളൂ. ഡെഫനിഷൻ, പരിഭാഷ എന്ന് വെച്ചാൽ ഡെഫനിഷൻ. ആരണ്യകം എന്ന വാക്കിൻ്റെ അർത്ഥം. ഒന്നാമത്തെ അർത്ഥം, അരണ്യേ 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 അനൂച്യ അനൂച്യ അരണ്യേ അനൂച്യ ഇച്ഛ്യ ചായ എന്നൊക്കെ എഴുതില്ല നമ്മൾ. അരണ്യേ ദീർഘമുണ്ട്. അനൂച്യ അരണ്യേ അനൂച്യ മാനത്വം മാനത്വം അതാണ് അരണ്യേ അനൂച്യ മാനത്വം. ഇതി ആരണ്യകം. ഇതി ആരണ്യകം. അരണ്യേ അനൂച്യ മാനത്വം ഇതി ആരണ്യകം. എഴുതിയ പതിയെ എഴുതിയാൽ മതി കേട്ടോ. ഒന്നാമത്തെ ഡെഫിനിഷനാണത്. ഇനി രണ്ട്, ആരണ്യം എന്ന ഹെഡിൻ്റെ ഫസ്റ്റ് ഡെഫിനിഷൻ, രണ്ടാമത്തെ അല്ലെ പരിഭാഷ എന്ന് എഴുതിയാലും മതി. രണ്ടാമത്തത് വേദ 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 ആരണ്യ ഭാഗ. വേദ ആരണ്യ ഭാഗ. ഭാഗമല്ലേ, പാർട്ട്, അതാണ് ഭാഗ. പരാമർശാത്. സംസ്കൃതം എഴുതാനും ഹിന്ദി എഴുതാനും അറിയാവുന്നവർ അതേ ഭാഷയിൽ തന്നെ എഴുതണം കേട്ടോ. എന്നുവെച്ചാൽ ദേവനാഗരിയാണ്, ഇതിലും വലിയ ഒരു ലിപി ഇല്ല. അത് എഴുതുന്നത് പോലും പുണ്യമാണ്. അതുകൊണ്ട് അറിയാവുന്നവർ എന്തായാലും ആ ഭാഷയിൽ തന്നെ എഴുതണം. അറിയാൻ വയ്യാത്തവർ നമ്മുടെ മാതൃഭാഷയിൽ എഴുതുക. എന്താണ് രണ്ടാമത്തെ ഡെഫിനിഷൻ? വേദ ആരണ്യഭാഗ പരാമർശാത്. പരാമർശാത് എഴുതിയ. ഒന്നുകൂടെ പറയാം. വേദ ആരണ്യഭാഗ പരാമർശാത്. ആദ്യത്തെ എന്താണ്? അരണ്യേ അനൂച്യമാനത്വം ഇതി ആരണ്യകം. രണ്ടാമത്തെ ഡെഫിനിഷൻ എന്താണ്? വേദ ആരണ്യഭാഗ പരാമർശാത് ഇതി ആരണ്യം. എങ്കിലേ ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആവുള്ളൂ. ഇതി ആരണ്യകം. ഒന്നുകൂടെ പറയാം. അരണ്യേ അനൂച്യമാനത്വം ഇതി ആരണ്യം. ഈ ഒന്നുകൂടെ പറയാമെന്ന് പറയുന്നത് നിങ്ങളും കൂടെ പറയാൻ വേണ്ടിയാണ്. അപ്പോഴും മനസ്സിൽ ഇത് ഉറയ്ക്കും. 10 തവണ പറയുമ്പോൾ ഉറയ്ക്കും. എനിക്കറിയാം 8 മണി കഴിഞ്ഞാൽ ആർക്കും ഒന്നിനും സമയമില്ലെന്ന്. അതുകൊണ്ട് ഈ സമയം നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. എന്നോടൊപ്പം പറയുക. അരണ്യേ അനൂച്യമാനത്വം ഇതി ആരണ്യകം.
രണ്ടാമത്തത് എന്താണ്? വേദ ആരണ്യഭാഗ പരാമർശാത് ഇതി ആരണ്യകം. ഇതാണ് ആരണ്യം എന്ന വാക്കിൻ്റെ പരിഭാഷ അർത്ഥം. ഇനി നമുക്കതിൻ്റെ മലയാളം നോക്കാം. അരണ്യേ അനൂച്യമാനത്വം എന്ന് വെച്ചാൽ എഴുതിക്കോളൂ. അരണ്യത്തിൽ വസിച്ചുകൊണ്ട് പഠിക്കുന്നതിനാൽ. അതാണ് അരണ്യേ അനൂച്യം എന്ന് വെച്ചാൽ അരണ്യത്തിൽ വസിച്ചുകൊണ്ട്. വസിക്കുക എന്ന് വെച്ചാൽ അറിയാമല്ലോ, താമസിക്കുക, ജീവിക്കുക അല്ലേ? നമ്മൾ വീട്ടിൽ വസിച്ചുകൊണ്ട്, അതുപോലെ അരണ്യം അറിയാമല്ലോ, കാട്. അരണ്യത്തിൽ വസിച്ചുകൊണ്ട് പഠിക്കുന്നതിനാൽ. അതാണ് മാനത്വാതെന്ന് വെച്ചാൽ പഠിക്കുന്നതിനാൽ. നമ്മൾ പറയുന്ന മാനാഭിമാനം എന്ന മാനമല്ല ഇവിടെ. ഇവിടെ മാനം എന്ന വാക്കിൻ്റെ അർത്ഥം ടു സ്റ്റഡി. എഴുതിക്കോളൂ. എന്താണ്? അരണ്യത്തിൽ വസിച്ചുകൊണ്ട് പഠിക്കുന്നതിനാൽ ഇതിനെ ആരണ്യകം എന്ന് വിളിക്കുന്നു. അതാണ് ഇതി ആരണ്യകം. ഒന്നുകൂടെ പറയാം. അരണ്യത്തിൽ വസിച്ചുകൊണ്ട് പഠിക്കുന്നതിനാൽ ഇതിനെ ആരണ്യകം എന്ന് വിളിക്കുന്നു. ഏതിനെ? ബൃഹദാരണ്യ ഉപനിഷത്തിൽ ആരണ്യകം എന്ന വാക്കിൻ്റെ, ബൃഹദാരണ്യകം എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പം നമ്മളൊക്കെ എവിടെ ഇരുന്ന് പഠിക്കണം? അരണ്യത്തിലിരുന്നു. അപ്പം അരണ്യം എന്നത് എന്തുകൊണ്ടാണ് കാട്ടിലിരുന്ന് പഠിക്കാൻ പറയുന്നത്? ഇവിടെ എഴുതിക്കോളൂ. കാട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിരക്തിയുടെ പ്രതീകമാണ്. ഇവിടെ അരണ്യം എന്ന വാക്ക് കൊണ്ട് എന്താണ് യാജ്ഞവൽക്യ മഹർഷി ഉദ്ദേശിക്കുന്നത്? വിരക്തിയോടുകൂടി ഇരുന്ന് പഠിക്കണം. എന്തോടുകൂടി ഇരുന്ന് പഠിക്കണം? വിരക്തി. അല്ലേ? നമ്മളാരും വെറുതെ കാട്ടിൽ പോവില്ല അല്ലേ? വേണം ട്രക്കിങ്ങിനോ അങ്ങനെയൊക്കെ ഒരു ദിവസം പോയി വരും, അല്ല 2 ദിവസം പോയി വരും. ആരാണ്? അരണ്യത്തിൽ വസിച്ചുകൊണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ വസിക്കുക എന്ന് വെച്ചാൽ ജീവിക്കുക. അപ്പോൾ ആരായിരിക്കും കാട്ടിൽ പോയി ജീവിക്കുക? അല്ലേ? നാട് മടുത്തവരായിരിക്കും അല്ലേ? നാട് മടുക്കുക എന്ന് വെച്ചാൽ ഭോഗങ്ങൾ. എനിക്ക് മറ്റൊന്നും വേണ്ട, ഒന്നിനോടും താല്പര്യമില്ല, ആ ഭാവം. അതാണ് വിരക്തി. അറിയാമല്ലോ. അല്ലെങ്കിൽ വൈരാഗ്യമെന്ന് മറ്റൊരു പര്യായം. അരണ്യം എന്നതുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി എന്തുകൊണ്ട് ഈ ഉപനിഷത്തിന് അരണ്യമെന്ന് കൊടുത്തു? അത് നമ്മളെ ഹെഡിങ് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ എന്ത് വരണം? വിരക്തി. അതിനെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പാരസെറ്റമോൾ എന്ന് കേൾക്കുമ്പോഴേ എളുപ്പമുള്ള ഉദാഹരണമാണ്. ഇപ്പോൾ എന്താണ്? ഇത് പനിക്കുള്ളതാണ്, അല്ലെ വേറെ എന്തെങ്കിലും ഓയിൽമെൻറ്റ്, അല്ലെ ഇത് പൊള്ളനെല്ലുള്ളതാണ്. നമുക്ക് പെട്ടെന്ന് ആ പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം, സുപരിചിതമാണ് ഇതൊക്കെ അല്ലേ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഇത് ഇന്നതിനുള്ള ഉപയോഗിക്കുന്നതാണ് അല്ലേ? അല്ലേ? ഇപ്പോൾ നമ്മൾ നാളികേരം അരച്ച ഇന്ന കൂട്ടാനൊക്കെ വെക്കുമ്പോൾ ഇത് വെക്കാം. നമുക്കൊരു ഐഡിയ ഉണ്ട് ആ പേര് കേൾക്കുമ്പോഴേ ഇത് എന്തിനു ഉപയോഗിക്കുന്നതാണ് എന്ന്. ഇപ്പോൾ നമ്മൾ ഫോണിന് എന്തിനാണ്? ഇത് ഫോൺ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയ്ക്ക് ഇന്ന ഉപയോഗങ്ങൾ നമുക്ക്. അതുപോലെ തന്നെ ഈ പേര് കേൾക്കുമ്പോഴേ എന്താണ്? ഇത് വിരക്തിയോടുകൂടി വേണം പഠിക്കാൻ. അങ്ങനെയുള്ളവർക്ക് ഇത് അതുകൊണ്ടാണ് ഇത് അവസാനം പഠിക്കുന്നത് അല്ലേ? ഒരു ജീവൻ പല പടികൾ കടന്ന് വിരക്തി സമ്പാദിച്ച് അല്ലേ? വിരക്തി സമ്പാദിക്കുക എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഈശ്വരനോട് കൂടുതൽ അടുക്കുക. അല്ലാണ്ട് ലോകത്തിൽ ഒന്നും കാണില്ല, ഗാന്ധാരിയെ പോലെ കണ്ണടച്ചിരിക്കുന്ന നല്ല വിരക്തി അല്ല, കണ്ണ് കെട്ടിയിരിക്കുന്ന നല്ല വിരക്തി. എല്ലാത്തിൻ്റെയും നടുക്കലിരുന്നാലും ഇതിനോടൊന്നും നമോ നാരായണ, അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, അതില്ലെങ്കിൽ ഞാൻ ജീവിച്ചോളാം. ആ ഒരു ഡിറ്റാച്ച്ഡായ അറ്റാച്ച്മെൻറ്റ്, അതാണ് വിരക്തി എന്ന് പറയുന്നത് അല്ലേ? നിങ്ങൾക്കറിയാം ഇതൊക്കെ. അപ്പോൾ ആരാണോ വീട്ടിലിരുന്നാലും പട്ടണത്തിൻ്റെ നടുക്കിരുന്നാലും അല്ലേ, ആശ്രമത്തിലിരുന്നാലും, പ്രത്യേകിച്ച് ആശ്രമത്തിൽ കുടിയേലിരുന്നാലും
ഗംഗാജിയുടെ തീരത്താണെങ്കിൽ, മെട്രോയുടെ നടുക്കാണെങ്കിൽ, എവിടെ ഇരുന്നാലും ആരാണോ ഇതൊന്നും എൻ്റെ സ്വന്തമല്ല അല്ലേ, ഞാൻ ഈശ്വരനോടാണ് അടുത്തിരിക്കുന്നത്, ആ ഭാവത്തോടു കൂടി എവിടെ ഇരുന്നാലും അതൊക്കെ കാടാണ്. അല്ലാണ്ട് കാടെന്ന് പറയുന്നത് മരങ്ങൾക്കിടയിൽ പണ്ടങ്ങനെ ആയിരുന്നു അല്ലേ, വീട് വിട്ടു പോവുക, അതൊരു പ്രതീകാത്മകമായി ചെയ്തിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ കാടെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാൻ എവിടെ ഇരുന്നാലും ഏകാന്തത. അപ്പോൾ ഒന്ന്, ആരണ്യം എന്ന വാക്കിൻ്റെ ഒന്നാമത്തെ അർത്ഥം വിരക്തി, രണ്ടാമത്തെ അർത്ഥം ഏകാന്തത. കാട്ടിൽ കിട്ടുന്ന എന്താണ്? എന്തിനാണ് നാട് ഉപേക്ഷിച്ച് കാട്ടിൽ പോകുന്നത്? നമ്മൾ സന്യാസ ദീക്ഷ തരുമ്പോൾ ഒരു ചടങ്ങ് തന്നെയുണ്ട്, നമ്മൾ വിരക്തി കാട്ടിലേക്ക് പോകുന്നത് ഒരു സിംബോളിക്കായിട്ട് കാണിക്കും. അപ്പം എന്തിനാണത്? ഏകാന്തത തേടി പോവുകയാണ്. ബൃഹദാരണ്യം പഠിക്കുമ്പോൾ നമുക്കൊന്ന് വിരക്തി ഉണ്ടാകണം, ഒന്നിനോടും അറ്റാച്ച്മെൻറ്റ് ഇല്ലാതിരിക്കണം. രണ്ടാമത് എന്തുണ്ടായിരിക്കണം? ഏകാന്തത. അല്ല, ഇതെനിക്ക് പഠിക്കണം, ഭഗവാൻ എന്നെ മാത്രമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, അപ്പോൾ ഞാനത് അതിനോട് നീതി പുലർത്തണം. അത് എങ്ങനെ നീതി പുലർത്തും? ഏകാന്തതയോടുകൂടി. ശ്രദ്ധ, ഏകാന്തത എന്ന് വെച്ചാൽ എന്താണ്? ശ്രദ്ധ. അപ്പോൾ ആരണ്യം എന്ന വാക്കിൻ്റെ രണ്ടാമത്തെ അർത്ഥം ശ്രദ്ധ അല്ലെങ്കിൽ ഏകാന്തത. അങ്ങനെ ഇരുന്ന് പഠിക്ക വേണം. പഠിക്കുന്നതിന് മുമ്പേ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞുതരാം. യാജ്ഞവൽക്യ മഹർഷി അതൊക്കെ അറിയാമല്ലോ അല്ലേ, ആ പേരൊക്കെ. ഇനി നമ്മൾ കഥയിലേക്ക് എത്തുമ്പോൾ കൂടുതൽ പറയാം. നിങ്ങൾക്കറിയാം, നമ്മൾ തൈത്തിരീയം പഠിച്ചപ്പോഴും ഞാൻ യാജ്ഞവൽക്യ മഹർഷിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ഇനി രണ്ടാമത്തെ അർത്ഥത്തിലേക്ക് പോകാം. എന്താണ്? വേദ ആരണ്യഭാഗ പരാമർശാത് ഇതി ആരണ്യകം എന്ന് വെച്ചാൽ ശുക്ലയജുർവേദത്തിൻ്റെ ആരണ്യഭാഗത്താണ് ഈ ഉപനിഷത്ത് കിടക്കുന്നത്. അതാണ് വേദത്തിൻ്റെ ആരണ്യഭാഗത്ത് പരാമർശിക്കുന്നതിനാൽ, വേദത്തിൻ്റെ ആരണ്യഭാഗത്ത് പരാമർശിക്കുന്നതിനാൽ ഇതിനെ ആരണ്യകം എന്ന് വിളിക്കുന്നു. ഏതിന്? ബൃഹദാരണ്യ ഉപനിഷത്തിനെ. വേദത്തിൻ്റെ ആരണ്യഭാഗത്ത് പരാമർശിക്കുന്നതിനാൽ ഇതിനെ ആരണ്യകം എന്ന് വിളിക്കുന്നു. പദ്യം എഴുതിയാൽ മതി, നല്ല വൃത്തി ഉണ്ടായിരുന്നു. 10 കൊല്ലം കഴിഞ്ഞ് നിങ്ങളുടെ കുട്ടികളെ എടുത്ത് നോക്കുമ്പോൾ വായിക്കാൻ പറ്റണം അവർക്ക് കേട്ടോ. അതുകൊണ്ട് നല്ല വൃത്തിയോടെ എഴുതണം. വേദത്തിൻ്റെ ആരണ്യഭാഗത്ത് പരാമർശിക്കുന്നതിനാൽ ഇതിനെ ആരണ്യകം എന്ന് വിളിക്കുന്നു. വേദത്തിന് നമുക്കറിയാം, സംഹിതാഭാഗമുണ്ട്, ആരണ്യഭാഗമുണ്ട് അല്ലേ, 4 ഭാഗങ്ങളുണ്ട് അല്ലെ, കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം എന്നൊക്കെ തിരിച്ചതൊക്കെ അറിയാം. ഈ ആരണ്യഭാഗം എന്ന് പറഞ്ഞാൽ ഉപാസനകളാണ് കൂടുതലും വരുന്നത്. ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും അല്ലേ, സ്വർഗകാമോ യജേത്, ആർക്കാണോ സ്വർഗത്തിൽ പോകേണ്ടത് അവർ എന്ത് ചെയ്യണം? അശ്വമേധാദി ജ്യോതിഷ്ഠോമാദി യാഗങ്ങൾ ചെയ്യണം, ഇത്യാദി കാര്യങ്ങൾ കൂടുതലായിട്ടും എംഫസൈസ് ചെയ്തിരിക്കുന്നത്, കൂടുതലായിട്ടും നിർദ്ദേശിച്ചിരിക്കുന്ന സ്ഥലം. അതാണ് ആരണ്യഭാഗം എന്ന് പറയുന്നത്. അത് കടൽ പോലെ അല്ല, കാടിങ്ങനെ എന്താണ്, കാട്ടിലേക്ക് കയറിയാൽ നമുക്ക് പല വഴികളെ എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല, ഒരുപാടല്ലേ മരങ്ങളുടെ ഇടയ്ക്ക്. അതാണ് ആരണ്യകം എന്ന് പറയും. വളരെ വിസ്താരം എന്ന അർത്ഥമാണ്. അപ്പം ബൃഹദാരണ്യ ഉപനിഷത്തിന് ആരണ്യകം എന്നതിന് എന്താണ് അർത്ഥം? 1 വിരക്തി, 2 ഏകാന്തത, 3 വിസ്താരം. ഇത്രയേ ഉള്ളൂ. ഇതിനെയാണ് നമ്മൾ സംസ്കൃതത്തിൽ ഇത്രയും വലിച്ചു നീട്ടി എഴുതിയത്. പക്ഷെ എഴുതണം അല്ലേ. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മൾ പഠിക്കുന്നത് ഭഗവാൻ ശങ്കരാചാര്യ സ്വാമികളുടെ ഭാഷ്യമാണ് അല്ലേ. ഭാഷ്യം മുഴുവൊന്നും ഞാൻ വായിക്കില്ല, നിങ്ങളുടെ അടുത്ത് ആരുടെയും കാണില്ല. അതുകൊണ്ട് ഈ ഡെഫിനിഷനൊക്കെ എടുത്തിരിക്കുന്നത് അവിടെ നിന്നാണ്. അപ്പം ആ ശങ്കര ഭഗവത്പാദരിലും നമുക്ക് അദ്വൈത പരമ്പരയിലും പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കണം.
അല്ല, നിങ്ങൾക്കുണ്ടെന്നറിയാം, എങ്കിലും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഭഗവാൻ ആദിശങ്കരാചാര്യ സ്വാമികൾ 10 ഉപനിഷത്തുക്കൾക്ക് ഭാഷ്യം എഴുതി. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചാണ് ആ ശ്ലോകം മുക്തികോപനിഷത്തിൽ. ഈശകേന കടപ്രശ്ന മുണ്ടമാണ്ഡൂക്യ തിത്തിരി ഐത്തരേയം ച ചാന്തോക്യം ബൃഹദാരണ്യം തഥാ എന്ന ശ്ലോകം. അതിൽ 10ാമത്തതാണ് ബൃഹദാരണ്യം. ഈ 10 എണ്ണത്തിന് ഇദ്ദേഹം ഭാഷ്യം എഴുതിയിട്ടുണ്ട്. ആ ഭാഷ്യമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിലുള്ളതാണ് ഈ നിർവചനങ്ങളൊക്കെ. ഒന്നുകൂടെ പറയാം. ആരണ്യകം എന്ന വാക്കിൻ്റെ അർത്ഥം, ഒന്നാമത്തെ അർത്ഥം വിരക്തി, രണ്ടാമത്തെ അർത്ഥം ശ്രദ്ധ അല്ലെങ്കിൽ ഏകാന്തത, മൂന്നാമത്തെ അർത്ഥം വിസ്താരം. ഇത് വിസ്തരിച്ച് പറയുകയാണ്. അതുകൊണ്ട് ഇതിനെ ആരണ്യകം എന്ന് പറയുന്നു, അല്ലേ? അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? അധ ശുക്ലയജുർവേദീയ കാൺവശാഹ ബൃഹത്ത് ആരണ്യം. ഇത്രയും വാക്കിൻ്റെ അർത്ഥം കണ്ടു, അല്ലേ? ഇനി അടുത്തത് എന്താണ്? ഉപനിഷത്ത് ശബ്ദം, അല്ല? അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഹെഡിങ് ടൈറ്റിൽ കഴിഞ്ഞു. അടുത്തത് ഉപനിഷത്ത് എന്ന ശബ്ദവിചാരം. എഴുതിക്കോളൂ, ഉപനിഷത്ത് ശബ്ദവിചാരം. നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നതാണ്. ഈ ഒരാഴ്ച മുഴുവൻ എഴുത്തായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് കഥയൊക്കെ തുടങ്ങുകയുള്ളൂ. അപ്പം നല്ല നിങ്ങൾക്കിങ്ങനെ കൈയും കെട്ടിയിരിക്കാം. അതുവരെ ചലിച്ചുകൊണ്ടേ, മനസ്സും കൈയും ഇന്ദ്രിയങ്ങളും ചലിച്ചുകൊണ്ടേ ഇരിക്കണം. ഉപനിഷത്ത് ശബ്ദവിചാരം. ഉപനിഷത്ത് ശബ്ദവിചാരം. ഉപനിഷത്ത് എന്ന ശബ്ദത്തിനെ വിചാരം ചെയ്യാൻ പോവുക. വിചാരം ചെയ്യാന്ന് വെച്ചാൽ ചിന്തിക്കുക, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക. എന്താണ് ഉപനിഷത്ത്? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? നിങ്ങളെല്ലാവരും കാണുമ്പോൾ ചോദിക്കാൻ തോന്നും, യൂട്യൂബ് ആണെങ്കിൽ എന്താ കുഴപ്പമൊന്നും, ഞാൻ തന്നെ ഇങ്ങനെ എന്നെ മാത്രമേ കാണും. ഇതങ്ങനെ പറ്റില്ല. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഉപനിഷത്ത് എന്ന ശ്ലോകം? ഉപനിഷത്ത് എന്ന വാക്കിൻ്റെ ശ്ലോക രൂപത്തിൽ നമ്മൾ പഠിച്ച അർത്ഥം ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ആ ആ ആരാ പറയുന്നത്? സുനി ചേച്ചി, പറയൂ. ഉപനീയം ഇമമാത്മാനം ബ്രഹ്മാപാസ്ത ദ്വയം നതഃ. ഒറ്റ ഒരെണ്ണം കൂടെ. നീ നിഹന്തി. കിട്ടിയോ? ഞാൻ പറയാവേ. വെരി ഗുഡ്, സന്തോഷം. നമ്മുടെ ഒന്നുകൂടെ പറയാം. ചേച്ചി പറഞ്ഞാൽ ശരിയാണ്. ഉപനീയമിമമാത്മാനം ബ്രഹ്മാപാസ്തദ്വയം യതഃ നിഹന്ത്യ വിദ്യാ തച്ഛന്ത തസ്മാത് ഉപനിഷത് ശബ്ദഃ. അത്രയും പറഞ്ഞു. 4 പാദത്തിൽ 3 പാദവും പറഞ്ഞ് വളരെ സന്തോഷം. നിഹന്ത്യ വിദ്യ മാത്രമേ ഓർത്തില്ലെന്നേ ഉള്ളൂ. നമ്മളിത് ഈശാവാസ്യത്തിൽ പഠിച്ചതാണ്. ഇനി എല്ലാവരും വിചാരിക്കും ഇനി വരണ്ട, കാരണം പഠിച്ചത് തന്നെയാണല്ലോ റിപ്പീറ്റ് ചെയ്യുന്നതെന്ന്. ഇനിയല്ല, മനനമാണ്. ഇനി നമ്മൾ ബൃഹദാരണ്യം മുഴുവൻ മനനമാണ്. ശ്ലോകമൊന്നും ആരും എഴുതണ്ട, നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്, അല്ലേ? അതായത് ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മവിദ്യ, മോക്ഷവിദ്യ. എത്ര സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഉപനിഷത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം മോക്ഷവിദ്യ. ഫസ്റ്റ് ഡെഫിനിഷൻ എന്താണ്? മോക്ഷവിദ്യ. ആർക്കാണോ ഇനി ഒരു ജന്മം വേണ്ടാത്തത് അവർ മാത്രമേ ഇതിലേക്ക് വരികയുള്ളൂ. ആണ് മോക്ഷവിദ്യ എന്ന് വിളിക്കുന്നത്. ആർക്ക് മോക്ഷം വേണോ അത് എങ്ങനെ നേടിയെടുക്കാമെന്ന് പറയുന്ന വിദ്യയാണ്. ഇപ്പം എനിക്ക് ഡോക്ടറാകണം, അതെങ്ങനെ നേടിയെടുക്കാമെന്ന് പറയുന്നത് വിദ്യയാണ്, അല്ലേ? മെഡിസിൻ എന്ന് പറയുന്ന ശാസ്ത്രം, അല്ലേ? എനിക്ക് സയൻറ്റിസ്റ്റ് ആകണം, അതെങ്ങനെ നേടിയെടുക്കാമെന്ന് പറയുന്ന ശാസ്ത്രം, അതിൻ്റെ മേഖലയിൽ, അല്ലേ? എനിക്ക് നല്ല പാചകക്കാരനാകണം, അല്ലെ പാചകക്കാരിയാകണം, അതെങ്ങനെ നേടിയെടുക്കാം എന്ന് പറയുന്ന വിദ്യ ഏതാണ്? പാചകവിദ്യ, അല്ലേ? അപ്പം എനിക്ക് നല്ല ഗണിതജ്ഞനാകണം, അല്ലേ? അതെങ്ങനെ നേടിയെടുക്കാമെന്ന് പറയുന്ന വിദ്യയാണ് ഗണിതവിദ്യ.
ഗണിതം അറിയാമല്ലോ, മാത്സ്. അതുപോലെ ഇപ്പോൾ മോക്ഷവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെ മോക്ഷത്തെ നേടിയെടുക്കാമെന്ന് പറയുന്ന വിദ്യ, അല്ലെങ്കിൽ അത് പരാമർശിക്കുന്ന ഭാഗം, അതാണ് ഉപനിഷത്ത്. അപ്പോൾ ഒന്നാമത്തെ ഡെഫിനിഷൻ എന്താണ്? ഉപനിഷത്തിൻ്റെ ഒന്നാമത്തത് മോക്ഷവിദ്യ. രണ്ടാമത്തെ ഒരുപാട് എഴുതാനുണ്ട്. ഒന്നാമത്തത് മോക്ഷവിദ്യ, മോക്ഷവിദ്യ. രണ്ടാമത്തത് പാരമാർത്ഥിക സത്യജ്ഞാനം. ഇത് ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ ഇതുവരെ ഒരു ഉപനിഷത്ത് പഠിച്ചപ്പോഴും ഈ വാക്ക് പറഞ്ഞില്ല. എന്തെങ്കിലും മാറ്റി വെക്കണമല്ലോ, പുതുമയായിട്ട് പറയാൻ, അതുകൊണ്ട് മാറ്റി വെച്ചതാ. എഴുതിക്കോളൂ. പാരമാർത്ഥിക സത്യജ്ഞാനം ഇതി ഉപനിഷത്ത്. പാരമാർത്ഥിക സത്യജ്ഞാനം. പാരമാർത്ഥിക, എന്നോടൊപ്പം പറയണം, പാരമാർത്ഥിക സത്യജ്ഞാനം ഇതി ഉപനിഷത്ത്. അല്ലേ? പാരമാർത്ഥിക സത്യത്തെ വേറെ എവിടെയും പറഞ്ഞിട്ടില്ലെന്ന്. പാരമാർത്ഥിക സത്യം എന്ന് വെച്ചാൽ എന്താണ്? പാരമാർത്ഥികം എന്ന് വെച്ചാൽ ഇതിൽ കൂടുതൽ വേറൊരു സത്യമില്ല. അൾട്ടിമേറ്റ് ട്രൂത്ത്, അതാണ് പാരമാർത്ഥിക സത്യം എന്ന് വെച്ചാൽ. അൾട്ടിമേറ്റ് ട്രൂത്ത് അത് ഉപനിഷത്തിലല്ലാതെ വേറൊരു ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല. ഒന്നുകൂടെ പറയാം. പാരമാർത്ഥിക സത്യജ്ഞാനം എവിടെയാണോ, അത് വേദത്തിലായിക്കോട്ടെ, ലോകത്തിൽ എവിടുത്തെ ശാസ്ത്രത്തിലായിക്കോട്ടെ, എവിടെയാണോ പാരമാർത്ഥിക സത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്, അത് ഉപനിഷത്തിൽ മാത്രമാണ്, വേറെ എവിടെയില്ല. പിന്നെ അതിൻ്റെ ഡയലൂട്ടഡ് വേർഷനാണ് ഇതിഹാസ പുരാണാദികൾ. അല്ലേ? ഇത് ഏറ്റവും എന്താ പറയുക, പ്യുവറസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയില്ല, ഏറ്റവും പവിത്രമായി പറഞ്ഞിരിക്കുന്നത് ഉപനിഷത്ത് ഭാഗത്താണ്. പിന്നെ അതിൻ്റെ വിസ്താരമാണ് കഥ ഉപകഥകളിലൂടെ ഇതിഹാസ പുരാണങ്ങളിൽ പറയുന്നത്. അപ്പോൾ പാരമാർത്ഥിക സത്യത്തെ, പാരമാർത്ഥിക സത്യം എന്ന് വെച്ചാൽ മോക്ഷം അല്ലെങ്കിൽ പരമാത്മജ്ഞാനം, അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സ്ഥലം, ഭാഗം, അതാണ് ഒന്നാമത്തെ അർത്ഥം മോക്ഷവിദ്യ. രണ്ടാമത്തെ അർത്ഥം പാരമാർത്ഥിക സത്യജ്ഞാനം. ഇനി അടുത്ത് എഴുതിക്കോളും. മൂന്നാമത്തെ അർത്ഥം ഉപാ അധികം നീ അധികം ഷദ്. ഇങ്ങനെ രണ്ട് പേന ഉണ്ടാൽ നല്ലതാ. ഒന്ന് ചുമല മഷി, അല്ലെങ്കിൽ നീല മഷിയ, അല്ല കറുപ്പ് മഷി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നീട് എടുത്ത് നോക്കുമ്പോൾ എളുപ്പം, അല്ലെ ഹൈലൈറ്റ് ചെയ്താലും മതി. എങ്ങനെയാണോ പെട്ടെന്ന് നോക്കുമ്പോൾ എനിക്ക് ഓർക്കാൻ സാധിക്കുന്നത് അത്. ഉപാ അധികം നീ അധികം ഷദ്, ഈ മൂന്ന് ശബ്ദങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് ഉപനിഷത്ത്. ഉപാ അധികം നീ അധികം ഷദ്, മൂന്ന് ശബ്ദങ്ങൾ അല്ലെങ്കിൽ മൂന്ന് അക്ഷരങ്ങൾ കൂടിച്ചേരുമ്പോൾ ഏത് പദമുണ്ടായി? ഉപനിഷത്ത് എന്ന പദമുണ്ടായി. ഇനി ഉപ എന്ന് വെച്ചാൽ എഴുതിക്കോളൂ. ഉപ അധികം നീ അധികം ഷദ് എന്ന് എഴുതുള്ളൂ. ഉപാടെ അവിടെ താഴെ ഒരു വര ഇട്ടിട്ട് എഴുതിക്കോളൂ. ഉപ എന്ന് വെച്ചാൽ വിദ്യാപ്രാപ്തി സാധനം. ഉപ എന്ന വാക്കിൻ്റെ അർത്ഥമാണ്. കുറച്ച് ടെക്നിക്കാലിറ്റിയിലോട്ട് പോകുന്നുണ്ടോ എന്ന് എനിക്ക് പേടിയാണ്, പക്ഷെ വെറുതെ എഴുതിക്കോളൂ. ഇത് എഴുതുന്നത് പോലും ശുഭവാസന വളർത്തുകയാണ്. സൂക്ഷ്മമായി ഇതൊക്കെ ഉപബോധ മനസ്സിൽ ഉറങ്ങിക്കിടക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇനിയുള്ള ഒരു വർഷക്കാലം എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ തൂപ്പുകാരിയാണ്. നിങ്ങളുടെ ബ്രെയിൻ വാഷ് നടത്തുകയാണ്. ബ്രെയിനിലുള്ള പലതും തൂത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്യുകയാണ്.
അല്ലേ? ഹെഡ് ക്ലീനിങ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ല? അതാണ് ഇനി എൻ്റെ ടൈറ്റിൽ. അപ്പോൾ ഹെഡ് ക്ലീൻ ചെയ്യുകയാണ്. എന്താണ്, നമ്മൾ പൈസ കൊടുത്തു നമ്മൾ ഇവിടെ ഷോപ്പിലൊക്കെ പോയി അല്ലെ ഹോസ്പിറ്റലിലൊക്കെ പോയി ചെയ്യും, ഹെഡ് ക്ലീനിങ് മസാജൊക്കെ ചെയ്യും. നമുക്കത് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും ചെയ്യാം. എന്താണ്, നമ്മുടെ ഇഹജന്മനി പൂർവ്വജന്മനി എന്തൊക്കെയാണോ ഉപബോധ മനസ്സിലുള്ളത് അതൊക്കെ തുടച്ചു കളഞ്ഞ് പുതിയ സംസ്കാരത്തെ ചേർക്കുകയാണ്. അതുകൊണ്ട് ഇതൊന്നും പാഴായി പോവില്ല, എഴുതിക്കോളൂ. അല്ലേ? ഉപ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വിദ്യാപ്രാപ്തി സാധനം. വിദ്യാപ്രാപ്തി സാധനം, വിദ്യയെ നേടിയെടുക്കുവാനായിട്ടുള്ള സാധനങ്ങൾ. സാധനങ്ങൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും? വിദ്യ എങ്ങനെയാണ് നേടിയെടുക്കേണ്ടത് എന്ന് പറയുന്ന മന്ത്രങ്ങൾ, ഭാഗങ്ങൾ. അതാണ് ഉപ. രണ്ടാമത്തെ വാക്കെന്താണ്? നീ. ഉപ അധികം നീ. നീ എന്ന് വെച്ചാൽ ഫലപ്രാപ്തി സാധനം. ഫലപ്രാപ്തി സാധനം. ഫലപ്രാപ്തി സാധനം. ഫലപ്രാപ്തി സാധനം. ഈ വിദ്യയിലൂടെ എന്ത് ഫലമാണ് കിട്ടുന്നത്, ആര് മോക്ഷവിദ്യ പഠിക്കുന്നു അവർക്ക് എന്ത് ഫലം എന്ന് കിട്ടുന്നു എന്നും ഉപനിഷത്തിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് മോക്ഷവിദ്യ നേടിയെടുക്കേണ്ടത്, നേടിയാൽ എന്ത് പ്രയോജനം? ഒന്നുകൂടെ പറയാം. എങ്ങനെയാണ് മോക്ഷവിദ്യ നേടിയെടുക്കേണ്ടതെന്ന് പറയുന്നു. എവിടെ? ഉപനിഷത്തിൽ. നേടിയാൽ എന്താണ് പ്രയോജനമെന്നും പറയുന്നു. എവിടെ? ഉപനിഷത്തിൽ. അതാണ് ഉപ അധികം നീ അധികം. ഇനി മൂന്നാമത്തെ വാക്ക് ഷത്. ഷത്. ഷത് എന്ന് വെച്ചാൽ സംസാര നാശ സാധനം. സംസാര നാശ സാധനം. എങ്ങനെയാണ് ഈ ബ്രഹ്മവിദ്യ പഠിക്കുന്നതിലൂടെ സംസാരത്തിൽ നിന്നും ഇല്ലാണ്ടാക്കുക, അതായത് പുനർജന്മനാശം. എങ്ങനെയാണ് പുനർജന്മം ഇല്ലാണ്ടിരിക്കുക, അത് പരാമർശിക്കുന്ന ഭാഗം. ഇപ്പോൾ ഉപനിഷത്തിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു? എങ്ങനെയാണ് മോക്ഷവിദ്യ നേടിയെടുക്കേണ്ടത്, അത് നേടിയാൽ എന്താണ് ഫലം, എങ്ങനെയാണ് പുനർജന്മം ഇല്ലാണ്ടാക്കേണ്ടത്. ഇത് മൂന്നുവേ ഉപനിഷത്തിൽ പറയുന്നുള്ളൂ. അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യണോ അതൊക്കെ പറഞ്ഞു കൊടുക്കും. അല്ലേ? ഇതാണ് ഉപനിഷത്ത്. ഒരു അർത്ഥമാണിത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഉപനിഷത്ത് എന്ന വാക്കിന്? ഒന്ന് മോക്ഷവിദ്യ, അത്രയും മാത്രം ഓർത്താൽ മതി. ഇപ്പം ആദ്യമായിട്ട് ഉപനിഷത്ത് പഠിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും മാത്രം ഓർത്താൽ മതി. മോക്ഷവിദ്യ. ഉപനിഷത്ത് എന്നാൽ മോക്ഷവിദ്യ ആകുന്നു. പിന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് എത്തിയൊരു, നമ്മളിപ്പോൾ ആരാണ്? ഉത്തമോത്തമ അധികാരികളാണ്. ആ അധികാരികൾക്ക് വേണ്ടിയാണ് ബാക്കിയൊക്കെ പറയുന്നത്. അല്ലേ? അടുത്ത എന്താണ്? പാരമാർത്ഥിക സത്യം. ഇവിടെ മാത്രമേ ഭഗവാൻ പരാമർശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അതിൻ്റെ വിസ്താരമാണ് മറ്റൊരിടത്ത് വന്നിരിക്കുന്നത്. അടുത്ത എന്താണ്? ഉപനിഷത്ത് എന്ന 3 ശബ്ദങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് ഉപനിഷത്ത് എന്ന പദമുണ്ടായത്. ആ പദത്തിൻ്റെ അർത്ഥം എന്താണ്? മോക്ഷവിദ്യ, അതിൻ്റെ പ്രയോജനം, അതിലൂടെ എങ്ങനെ ഇനിയൊരു ജന്മമില്ലാണ്ടിയെടുക്കാം. ഈ 3 കാര്യം പറയുന്നു. അല്ലേ? മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? നമ്മളെല്ലാം ഉപനിഷത്ത് പഠിക്കുമ്പോഴും ഈ ഡെഫിനിഷനൊക്കെ പറയുന്നതാണ്. ഉപനിഷത്ത്. അപ്പം നമ്മളുടെ ഹെഡിങ് കഴിഞ്ഞു. അല്ലേ? എന്താണ്? അധ ശുക്ലയജുർവേദീയ കാണ്വശാഖ ബൃഹദാരണ്യക ഉപനിഷത്ത്. എല്ലാ വാക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അധ എന്ന് വെച്ചാൽ പ്രണവമന്ത്രം. ശുക്ലയജുർവേദം, യജുർവേദത്തിൻ്റെ 2ാമത്തെ ശാഖ ശുക്ലയജുർ. കാണ്വശാഖ യാജ്ഞവൽക്യ മഹർഷി ഇതിനെ സംരക്ഷിക്കാനായിട്ട് 2 ഭാഗങ്ങളാക്കി തിരിച്ചു. മാധ്യന്തിനികമെന്നും കാണ്വമെന്നും. അതിൽ ബൃഹദാരണ്യ ഉപനിഷത്ത് മന്ത്രങ്ങൾ
ഇരിക്കുന്നത് കാണ്വശാഖയിലാണ്. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന കാണ്വശാഖയാണ്. ബൃഹത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം കണ്ടു, ആരണ്യം എന്ന വാക്കിൻ്റെ അർത്ഥം കണ്ടു, ഉപനിഷത്ത് എന്ന. അപ്പോൾ 6 കാര്യമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഒന്നുകൂടെ പറയാം. അധ എന്ന ശബ്ദം പഠിച്ചു അല്ലേ, ശുക്ലയജുർവേദം അല്ലേ, അധ ശുക്ലയജുർവേദീയ കാണ്വശാഖ, 3ാമത്തെ വാക്ക്. 4ാമത്തെ വാക്ക് ബൃഹത്ത്, 5ാമത്തെ വാക്ക് ആരണ്യകം, 6ാമത്തെ വാക്ക് ഉപനിഷത്ത് അല്ലേ. ഇത് 6ഉം ഫെമിലിയറാണ് അല്ലേ, എല്ലാവർക്കും അതിൻ്റെ അർത്ഥം കിട്ടും. ഇനി ഉപനിഷത്ത്, ഇതൊന്നും എനിക്ക് ഇത്രയും വിസ്തരിച്ച് വേണ്ട എങ്കിൽ ഇത്രയും ഓർത്താൽ മതി. ആരാണോ ഗുരുവിൻ്റെ അടുത്ത് ഉപനിയം ഇമമാത്മാനോ, ആ ശ്ലോകത്തിൻ്റെ അർത്ഥം നമുക്ക് അതുകൂടെ ജസ്റ്റ് ഒന്ന് പറയാം. ആരാണോ ശ്രദ്ധാഭക്തിയോടുകൂടി സ്വാമിൻ നമസ്തേ നദലോകബന്ധോ അല്ലേ, ആ ശ്ലോകം മറന്നു പോകരുത് ഒരിക്കലും. കാരുണ്യ സിന്ധോ പതിതം ഭവാബ്ദോ മാം ഉദ്ധരാത്മീയ കടാക്ഷദൃഷ്ട്യ രുജ്വാദി കാരുണ്യ സുധാവിരെ അല്ലേ. ആരാണോ ഭഗവാനെ എനിക്കിനി ഒന്നും വേണ്ട, ഗുരുവുള്ള ആശ്രയം എന്ന് പറഞ്ഞ് ഗുരുവിൻ്റെ അടുത്ത് ഉപ എന്ന് വെച്ചാൽ സമീപേ, ആരാണോ ഗുരുവിൻ്റെ സമീപത്ത് പോകുന്നത്, എങ്ങനെ പോകണം? നിശ്ചയേന, നിശ്ചയബുദ്ധിയോടുകൂടി. എനിക്ക് മറ്റൊന്നും വേണ്ട, എനിക്ക് ഇനി എൻ്റെ മാതാവും ഈശ്വരനും സർവവും ഗുരുവിൽ ഞാൻ കാണുന്നു, എന്നെയും എൻ്റെ മനസ്സിനെയും ശരീരത്തെയും ഞാൻ സമർപ്പിക്കുന്നു, എനിക്ക് മോക്ഷം വേണം എന്ന നിശ്ചയത്തോടുകൂടി ആര് പോകുന്നു, അതാണ് ഗുരു സമീപത്ത്, നിശ്ചയബുദ്ധിയോടുകൂടി. ഷതെന്ന് വെച്ചാൽ ആരിങ്ങനെ പോകുന്നു അവർക്ക് ഷതെന്ന് വെച്ചാൽ സംസാരനാശം, അവർക്ക് ഒരിക്കലും നജ പുനരാവർത്തതേ അല്ലേ. ഇതാണ് മറ്റൊരർത്ഥം, നമ്മളെപ്പോഴും കാണുന്ന അർത്ഥം ഇതാണ്. തൊട്ട് മുമ്പ് പറഞ്ഞതൊന്നും നമ്മളങ്ങനെ കണ്ടിട്ടില്ല. അപ്പം ഒന്നുകൂടെ പറയാം. ഇന്ന് പഠിച്ചത് അധ ശുക്ലയജുർവേദീയ കാണ്വശാഖ ബൃഹത്ത് ആരണ്യ ഉപനിഷത്ത്, 6 ശബ്ദങ്ങളാണ് ഇന്ന് പഠിച്ചത്. അതിൽ ഇമ്പോർട്ടൻ്റായ ശബ്ദം ഉപനിഷത്ത് എന്നതാണ്. എന്താണ്? ഒന്നുകൂടെ പറയാം. ഉപനിഷത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ആരാണോ ഗുരുവിൻ്റെ അടുത്ത് തന്നെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് രക്ഷിക്കണേന്ന് അപേക്ഷിക്കുന്നത്, അവർക്ക് രക്ഷണം കൊടുക്കുന്നതിനെയാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ആരാണോ ഗുരുവിൻ്റെ അടുത്ത് എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞ് അപേക്ഷിക്കുന്നത്, ആശ്രയിക്കുന്നത്, അവർക്ക് ഗുരുനാഥൻ്റെ രക്ഷണമാണ് ഉപനിഷത്ത് എന്നത്. വെറുതെ രക്ഷിക്കില്ല. എങ്ങനെയാണ്? ഉപനിഷത്താകുന്ന പാശം കെട്ടി രക്ഷിക്കും. അതാണ് ഉപനിഷത്ത് എന്ന ശബ്ദം. ഇവിടെ ഏത് പാശമാണ്? ഇവിടെ നമ്മൾക്ക് ഗുരു തരുന്ന പാശത്തിൻ്റെ പേരാണ്, അല്ലെ സംരക്ഷണത്തിൻ്റെ പേരാണ് ബൃഹദാരണ്യകം എന്നത്. ബൃഹദാരണ്യകമാകുന്ന കയറ് കെട്ടി നമ്മളെ ദുഃഖത്തിൽ നിന്നും കരകയറ്റാൻ പോവുകയാണ് ആര്? യാജ്ഞവൽക്യ മഹർഷിയും അദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാരും ആദിശങ്കര ഭഗവത്പാദരും ഗുരുപരമ്പരയല്ല. ബാക്കി നമുക്ക് നാളെ പഠിക്കാം. നാളെ നമുക്ക് ഓരോ അധ്യായത്തിൻ്റെ ഇൻഡെക്സ് എഴുതാം. മുഴുവൻ എഴുത്താണ് കേട്ടോ. ഓരോ 6 അധ്യായങ്ങളുണ്ട്. അതിൽ 1-ാം അധ്യായത്തിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഐഡിയ കിട്ടും. കാരണം നമ്മൾ 6 അധ്യായത്തിനും ഓരോന്ന് തുടങ്ങുമ്പം പറഞ്ഞാൽ ഇതെല്ലാം കൂടെ അവസാനം എടുത്ത് നോക്കാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയാൽ എന്നതാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്, അതിനു വേണ്ടിയാണ്. അപ്പോൾ 1-ാം അധ്യായത്തിൻ്റെ പേര്, അതിൻ്റെ ടോപ്പിക്ക്, 2-ാം അധ്യായത്തിൻ്റെ പേര്, അതിലെ ടോപ്പിക്ക്, അങ്ങനെ 6 അധ്യായങ്ങൾ നമുക്ക് എഴുതി വെച്ചിട്ട് പിന്നീട് 1-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കും. ഓക്കെ. അപ്പോൾ അധ ശുക്ലയജുർവേദീയ കാണ്വശാഖ ബൃഹദാരണ്യക ഉപനിഷത്ത്.
ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.